ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ ഈ ഫേസ് പാക്കിന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് തംബ്നെയിൽ കണ്ടിട്ടാണ് എല്ലാവരും നമ്മുടെ വീഡിയോ കാണാൻ വരുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയാണ്, നമ്മൾ കറുത്ത നിറത്തിനെ ഒരിക്കലും നമ്മൾ വിമർശിക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നമ്മൾ അത്യാവശ്യം നിറം വയ്ക്കാനുള്ള പാക്ക് ഇടുമ്പോൾ ഒരു വിഭാഗം ആളുകൾ വന്ന് പറയാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും വെളുപ്പിക്കുന്ന വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും വെളുത്ത നിറത്തിനുള്ള അതായത് വെളുക്കാനുള്ള വീഡിയോ ഇടുന്നത്, അതുകൊണ്ടാണ് എന്താണ് കറുപ്പ് നിറം എത്ര പൊട്ടയാണോ, അല്ലെങ്കിൽ കറുപ്പ് നിറമുള്ളവർക്ക് എന്താ പ്രശ്നം, അവർ സൗന്ദര്യം ഇല്ല, ഇതൊക്കെ ചോദിക്കാറുണ്ട് ഒരു വിഭാഗം കുറച്ച് പേര്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ വീഡിയോ കാണണ്ട, അവർക്ക് താല്പര്യം കാണണ്ട. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് കുറേയധികം റിക്വസ്റ്റ് വരുന്നത് കറുത്ത നിറം പൊട്ടയായിട്ടോ, അല്ലെങ്കിൽ കറുത്ത ആൾക്കാർ ഭംഗിയില്ലാത്തവരായിട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക കറുത്ത നിറമുള്ളവർ, അങ്ങനെ ഒരു എന്താ പറയുക വെളുത്ത നിറമുള്ളവരാണ് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ എപ്പോഴും ഭംഗിയുള്ളവരെന്നൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം എല്ലാ നിറം എപ്പോഴും നല്ലതാണ്. എല്ലാവർക്കും മനസ്സിലാണ് എപ്പോഴും നമുക്ക് എന്താ പറയുക വെളുപ്പും കറുപ്പൊക്കെ മനസ്സിലാണ്, മനസ്സിന്റെ തന്നെയാണ് നമുക്ക് എപ്പോഴും വെളുപ്പും കറുപ്പൊക്കെ ആയിട്ട് പുറത്തേക്ക് കാണുന്നത്. നമ്മുടെ സ്വഭാവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും നല്ലത്, നന്നായിരിക്കേണ്ടത്. നിറത്തിലൊന്നും പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഞാൻ ഇത് ചെയ്യണം, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ കുറച്ച് പറയുക തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം വെറുതെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ ഇടയിൽ ഒരുപാട് കമന്റ്സ് ആണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഇത് പറഞ്ഞേ പറ്റൂ. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് ഏകദേശം ഒരു 200 അതിനേക്കാൾ കൂടുതൽ മെയിൽ വന്ന് കിടക്കുന്നുണ്ട്. അതിൽ ഏകദേശം പകുതി മുക്കാലും ഒരു ഇരുനിറമുള്ള ടോണുള്ള കുട്ടികളാണ്. അവർ പ്രത്യേകം അവരെ കളർ ഫോട്ടോ എടുത്ത് അയക്കുക, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേയൊക്കെ ഞാൻ മെയിൽ നോക്കി, കുറേ നിങ്ങൾക്ക് നേരെയല്ല നോക്കുക, കാരണം ഞാൻ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. നിങ്ങൾക്ക് ഇപ്പോഴും അറിയണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോഴും കീമോ ചെയ്യാൻ ഫാദറിന് വേണ്ടിയിട്ട് പോവുകയും വരികയൊക്കെ ചെയ്യേണ്ടത്, അതിൻ്റെ ഇടയിലാണ് വീഡിയോ ഇടുന്നത്. അപ്പൊ അതങ്ങനെ പോട്ടെ. അപ്പൊ എനിക്ക് നേരില്ല ഒന്നാമത്തത്. അപ്പൊ ഞാൻ അങ്ങനെ കുറെ അപ്പൊ നോക്കുമ്പോ കുറെ അധികം ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ഇടാനായിട്ട് എന്നാണ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറെ പേർക്ക് ഹെൽപ്പ് ആയിരിക്കും. കാരണം ഞാൻ അങ്ങനെ ചെയ്ത് അത്യാവശ്യം കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള വീഡിയോ, അതായത് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫേസ് പാക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ യാതൊരു പ്രശ്നവും നമ്മുടെ ഈ വീഡിയോയിൽ ഇല്ല. നമ്മൾ അങ്ങനെ ആരും കുറ്റം പറയണില്ല കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാം എപ്പോഴും നല്ലതാണ്. പിന്നെ അങ്ങനെയുള്ള ഒരു നമുക്ക് മെയിലൊക്കെ വരുന്നതുകൊണ്ടും, പിന്നെ ഓരോ വീഡിയോയുടെ ഇടയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പാക്ക് ചോദിക്കുന്നതുകൊണ്ടും ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കാണ് കാണിക്കുന്നത്. ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് ആയുർവേദത്തിന്റെ കൊട്ടം രാമച്ചൊക്കെ വെച്ചിട്ട് വളരെ നല്ലതാണ്. പക്ഷെ കുറെ പേർക്ക് അത് പൊടിക്കാനോ അത് ഉപയോഗിക്കാനോ അങ്ങനെയുള്ള ടൈമില്ല. അപ്പൊ അത് പറ്റണില്ല. അതുകൊണ്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് പറഞ്ഞുതരാം. അപ്പൊ ഇരുനിറക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക്. അതാണ് നമ്മൾ ഇന്നത്തെ ഹൈലൈറ്റ്. അപ്പൊ നമുക്ക് എന്താണ് നോക്കാം. ഇരുനിറം എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുനിറത്തിൽ നിന്ന് പെട്ടെന്ന് തൂവെള്ളയിലേക്ക് മാറാം, അങ്ങനെയുള്ള ഒരു സംഗതിയല്ല. ഇരുനിറക്കാർക്ക് അവർക്ക് എന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന, അവരെ സ്കിൻ ടോൺ ഡെയിലി യൂസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ഇമ്പ്രൂവ് ആക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മാറ്റം മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ചെറുപയർ പൊടിയാണ്. അപ്പോൾ ചെറുപയർ പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചതോ അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കുന്നതോ എടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചെറുപയർ പൊടി പറ്റുന്നില്ല, ഇപ്പം നിങ്ങളുടെ കയ്യിൽ കടലമാവ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. കടലമാവ്, ബീസൻ പൗഡർ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറുപയർ പൊടി എടുക്കാം. പിന്നെ വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. അപ്പോൾ എനിക്ക് തീരെ മഞ്ഞൾ പറ്റില്ല, അലർജിയാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. ഞാനിപ്പോൾ തീരെ കുറവൊരു പിഞ്ച് എടുത്തിട്ടുള്ളൂ, നിങ്ങളൊരു 1/2 ടീസ്പൂൺ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒലീവിൻ്റെ ഓയിലാണ്. ഒലീവ് ഓയിൽ തന്നെ എടുക്കണം. അപ്പോൾ വേറൊരു ഓയിൽ എടുത്തിട്ട് കാര്യമില്ല, ഒലീവ് ഓയിൽ തന്നെ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇത് മിക്സ് ചെയ്യാനുള്ള പാലാണ്. അപ്പോൾ ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്ക് മതി. പക്ഷെ നമുക്ക് നല്ല മാറ്റമാണ് കിട്ടുന്നത് ഇത് ചെയ്യുമ്പോൾ. കുറച്ച് കുട്ടികൾക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇരുനിറമുള്ള കുട്ടികൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏത് പാക്ക് ഇടുമ്പോഴും എല്ലാവരും പറയുക, ചേച്ചി ഇത് കറുത്ത നിറക്കാർക്ക് പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് വല്ല ചേഞ്ച് ഉണ്ടാവുമോ എന്നൊക്കെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് പാക്കുകളിൽ നമുക്ക് ഇടുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും നമുക്കില്ല. എന്താണെന്ന് വെച്ചാൽ അത് അത്രയും എന്താ പറയുക ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫേസിൽ ഇടുന്നത്. നേരിട്ട് നമ്മൾ എന്താ പറയുക സ്ക്രബ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ നമുക്കിങ്ങനെ നീരെടുത്തിട്ട് ജസ്റ്റ് നേരെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിൻ ഡാമേജ് ആവുന്നതും ഡ്രൈ ആവുന്നതും സ്കിന്നിൽ നിറയെ ഇച്ചിനെസ് ഒക്കെ വരുന്നത്. അപ്പം ഇനി ഞങ്ങൾക്ക് ചെറുനാരങ്ങ നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ മാത്രം ഒഴിവാക്കാം. പക്ഷേ ഈ ഒരു പാക്കിൽ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഒലീവിൻ്റെ ഓയിൽ തന്നെ നിങ്ങൾ എടുക്കുക, കാരണം ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒലീവ് ഓയിലാണ്. അപ്പോൾ ഏകദേശം 1 ടീസ്പൂണോളം എടുക്കണം. പിന്നെ അധികം ആവാതെ ഇരിക്കാൻ ശ്രമിക്കുക, കാരണം അളവുകളൊക്കെ നമ്മുടെ ഫേസിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം കുറച്ച് തിക്നെസ്സിൽ ഇടാനുള്ള അത്രയും മാത്രം എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ
അളവ് തെറ്റിയെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഏകദേശം 2 ടീസ്പൂൺ പൊടി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഓരോ ടീസ്പൂൺ ഒലീവ് ഓയിൽ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ കസ്തൂരി മഞ്ഞൾ തന്നെ എടുക്കുക. മഞ്ഞൾ അലർജി ഉള്ളവർക്ക് ഒഴിവാക്കാം. അങ്ങനെ എല്ലാം ചെയ്യുക. അപ്പോൾ മഞ്ഞൾ നന്നായിട്ട് സ്കിന്നിൽ നല്ല സ്യൂട്ടാവുന്നവർ മഞ്ഞൾ എന്തായാലും ഇടണം. അപ്പോൾ ഞാൻ മഞ്ഞൾ തീരെ അധികം ചേർത്തിട്ടില്ല, അതുകൊണ്ട് കളറൊക്കെ കുറവാണ്. നമ്മുടെ ഈ ഒരു പാക്കിന് ഞാനൊരു പിഞ്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം അത്യാവശ്യം നമുക്ക് ഈ ഇങ്ങനെ പാലൊന്നും അധികം ആവാണ്ട് നല്ലൊരു തിക്നെസ്സോട് കൂടിയിട്ട് ഈ പാക്ക് എടുക്കുക. എന്നാലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ ഇതിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഞാൻ ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രീം പോലെ ആക്കിയെടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഫേസിലിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ വളരെ കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മഞ്ഞൾ ഭയങ്കര അലർജിയാണ്. ഇത് ഇട്ടതിന് ശേഷം ഞാൻ എന്തുണ്ടാവുമെന്ന് അറിയില്ല. കാരണം ഞാൻ മഞ്ഞൾ ഇങ്ങനെയുള്ള പാക്കുകളിൽ മഞ്ഞൾ ഇടാറില്ല. പക്ഷെ നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് കംപ്ലീറ്റ് ഇടാം. അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറുതായിട്ട് വെള്ളം നനച്ചിട്ടൊന്ന് കുഞ്ഞിതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. അപ്പം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പം നമ്മൾ വാഷ് ചെയ്തു. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ് നമുക്ക് കിട്ടുന്നുണ്ട് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ എൻ്റെ സ്കിൻ നോക്കണ്ട, നമ്മൾ ഇരുനിറാണെങ്കിലും നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ആ ഒരു സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചറും ഇപ്പോഴത്തെ ആ ഒരു ബ്രൈറ്റ്നെസ്സും കണ്ടില്ല. നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. ഇപ്പം ഇതിൽ പാല് മാത്രമാണ് നമുക്ക് എന്താ പറയുക ഡെയിലി നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ പാല് തന്നെ ഉപയോഗിക്കുക. എന്താണെന്ന് വെച്ചാൽ അതാണ് നമുക്ക് ആ റിസൾട്ട് നമുക്ക് കൂടുതൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പാൽ തന്നെ ഉപയോഗിക്കണം. അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്തൊക്കെ ഇരുനിറക്കാർക്ക് നന്നായിട്ട് ചേരുന്ന ഒരു പാക്കാണ്. നന്നായിട്ട് മാറ്റാം. അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ 2-3 കുട്ടികൾക്ക് ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവർ നല്ലൊരു മാറ്റമാണ് പറഞ്ഞിരുന്നത്. നല്ലൊരു മാറ്റം കിട്ടി എന്നുള്ളത്. നന്നായിട്ട് വെളുത്ത് ഇങ്ങനെ തുടുക്കുന്നല്ല, അത്യാവശ്യം നമുക്ക് സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ജസ്റ്റ് കുറച്ചും കൂടി ഒന്ന് നമ്മുടെ ആയിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് നന്നാവുക, ഫേസ് ഒന്ന് ക്ലിയർ ആവുക, കുറച്ചും കൂടി നിറം വയ്ക്കുക. അതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം അങ്ങനെ തന്നെ കിട്ടും നമുക്ക്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.